ഗോട്ട് സിനിമ കണ്ട കേരളത്തിലെ ഭൂരിഭാഗം പേർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ച് പോകുന്നേക്കാൻ നല്ലത് ഗോട്ട് എങ്ങനെയൊന്ന് പൊളിച്ചു പണിഞ്ഞ് സെറ്റപ്പ് ആക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചു. വെങ്കട് പ്രഭു ഒരു നല്ല ഡയറക്ടർ തന്നെയാണ്. പക്ഷേ ചില സമയത്ത് പുള്ളിയുടെ ഇമാജിനേഷൻ ഒരുപാട് കാട് കയറി പോകുന്നുണ്ട്. മനുഷ്യരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏലിയനുമായിട്ട് വിജയ് ഫൈറ്റ് ചെയ്യുന്നതാണ് മാസെന്ന് പുള്ളി ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. വെങ്കട് പ്രഭുവിനെ ഞങ്ങൾക്ക് ഈ പടത്തിൽ നിന്ന് എടുത്തു കളയാൻ ഒന്നുമില്ല. പകരം പുള്ളിയുടെ എല്ലാ പടത്തിലും വന്ന് ഉറപ്പിക്കുന്ന അനിയൻ പ്രേംജിയെ എടുത്തു കളയാൻ. പിന്നെ എടുത്തു പറയേണ്ട നെഗറ്റീവ് മ്യൂസിക് ആയിരുന്നു. യുവൻ ശങ്കർ രാജനെ മ്യൂസിക്കിന്ന് പറ്റി അനിരുദ്ധ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയനെ. ക്രൂവിൽ അങ്ങനെ നമുക്ക് അധികം ഇട്ട് പണിയാനൊന്നുമില്ല. കാസ്റ്റിൽ നിന്ന് ഇളയ തളപതിയെ മാറ്റണം. ജീവൻ എന്ന കഥാപാത്രത്തെ വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടി ഇവർക്ക് ബഡ്ജറ്റും സമയം ലാഭിക്കായിരുന്നു. ബാക്കിയൊക്കെ ഏതാണ്ട് ഓക്കെയാണ്. വിജയ് ചെറിയ പയ്യൻ്റെ എനർജിയും മാനറസും ഒക്കെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സ്ക്രീനിൽ അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. ഒരു വില്ലൻ റോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി വിജയ് ഡബിൾ റോൾ ആക്കിയതാവും. ഡബിൾ അല്ല, ട്രിപ്പിൾ റോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇളയ തളപതി കട്ട്. പകരം പുതിയ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാം. ലിയോയിൽ മാത്യൂസിനൊക്കെ കാസ്റ്റ് ചെയ്ത പോലെ. തളപതി അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആ ഗാന്ധി എന്ന ക്യാരക്ടർ പുള്ളിക്ക് ഓക്കെയാണ്. ഇന്നത്തെ സ്പോട്ട് തന്നെ രജിസ്റ്റർ ചെയ്യൂ. 2 കൂട്ടുകാരെ ബേസ് ചെയ്തുള്ള കഥയാണെങ്കിൽ കൂടി ലാസ്റ്റ് അവരിൽ ആരെങ്കിലും ഒറ്റുന്നതായിരിക്കും കഥയുടെ ട്വിസ്റ്റ്. അതങ്ങനെയാണല്ലോ. അപ്പം 4 കൂട്ടുകാരുടെ കഥ പറയുമ്പോൾ അത് 100% ഷുവറല്ലേ? ആ ചതിക്കുന്ന സംഭവത്തിന് ലോജിക്കലല്ലാത്തതുകൊണ്ട് ഈ സിനിമ എടുത്തു മാറ്റിയാൽ പോലും വലിയ കോട്ടമൊന്നും ഈ സിനിമക്ക് സംഭവിക്കുന്നില്ല. എടുത്തളഞ്ഞ് ഈ പടത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയെങ്കിലും എടുത്തളയാണ്ട് പറ്റുമല്ലോ. എന്തിനോ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരുന്ന സോങ്സ് എടുത്ത് മാറ്റണം. അതിൻ്റെ കൂടെ ആ ക്യാമിയോസ് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ ജയിലറിലൊക്കെ യൂസ് ചെയ്ത പോലെ. അല്ലാണ്ട് വില്ലൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ട് പോണ പോലത്തെ ക്യാമിയോ അല്ല. പടം മൊത്തം 3 മണിക്കൂറിൽ കൂടുതലുണ്ട്. അതിനുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു 2.25 മണിക്കൂറിൽ ഒതുക്കാം. സോങ് മാത്രം കട്ട് ചെയ്താൽ തന്നെ ഇതിൽ കൂടുതൽ കുറയും. ക്ലൈമാക്സിൽ തല എന്ന ഡയലോഗ് പറഞ്ഞ് ജീവനെ കൊല്ലുന്നത് കാണിക്കാൻ വേണ്ടി മാത്രം IPL മാച്ച് നടക്കുന്ന സ്റ്റേഡിയത്തിൽ ബോംബ് വയ്ക്കുന്നതും സ്റ്റേഡിയത്തിൽ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കാണിച്ച പോലെ തോന്നി. അതുകൊണ്ട് സ്റ്റേഡിയം സീൻസ് മാറ്റി ക്രൗഡുള്ള വേറെ സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. എന്നിട്ടൊക്കെ മാറ്റിയാലില്ലെങ്കിലും ആ അവസാനത്തെ ക്ലോണിങ് സീൻസ് എന്തായാലും എടുത്തു കളയണം. എന്തൊക്കെ സീൻസ് ഡിലീറ്റ് ചെയ്തിട്ടും കോട്ടൊരു മെനേ ഉള്ളൂ.